ഇസ്രയേലിനെയും അമേരിക്കയും വെല്ലുവിളിച്ച് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് കൂടുതൽ ലോകരാജ്യങ്ങൾ ഇന്ന് രംഗത്ത് വന്നു. UN പൊതുസഭയിൽ നടന്ന ഉച്ചകോടിയിൽ ഫ്രാൻസും പലസ്തീനെ അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഹമാസിനെ ഒഴിവാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറയുകയും ചെയ്തു. Au Proche-Orient, pour la paix entre le peuple israélien et le peuple palestinien, je déclare que la France reconnaît aujourd'hui l'État de Palestine. ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും അധ്യക്ഷതയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് നിർണായക പ്രഖ്യാപനം. ഓസ്ട്രേലിയ, പോർച്ചുഗൽ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് പലസ്തീനെ രാഷ്ട്രമായി ഫ്രാൻസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സമാധാനവും സുരക്ഷയും കൈകോർത്തു നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളായി ഇസ്രയേലും പലസ്തീനും മാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നതായി സൗദി അറേബ്യ തുറന്നടിച്ചു. ലോകരാജ്യങ്ങളുടെ നിലപാടിനെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് സ്വാഗതം ചെയ്തു. നേരിട്ടെത്താൻ അമേരിക്ക അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഓൺലൈനായാണ് മഹ്മൂദ് അബ്ബാസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 150-ലേറെ രാജ്യങ്ങളാണ് ഇതിനകം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത്. പലസ്തീന്റെ രാഷ്ട്രപദവി അവകാശമാണ്, പ്രതിഫലമല്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. US-ഉം ഇസ്രയേലും പൊതുസഭയിൽ നിന്ന് വിട്ടുനിന്നു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ പലസ്തീനെ പിന്തുണച്ചത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടിയാണ്. ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറ്റലിയിൽ 10,000 പങ്കെടുത്ത പ്രതിഷേധ റാലി അരങ്ങേറി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.